കാർഡുമാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം യൂണിവേഴ്സുമായി. ഓക്കെ, നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് ഏസ് ഓഫ് പെൻഡക്കിൾ ഫസ്റ്റ് വന്നു, സെക്കൻഡ് ദ ടവർ. ഇത് ഇന്നത്തെ എനർജി, ഇത് സിറ്റുവേഷൻ, എങ്ങോട്ടത്തേക്ക് പോകുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണിത്. നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചിരുന്നു. ഇന്നത്തെ എനർജി ഏസ് ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയാണ്. പുതുതായി എന്തെങ്കിലും ന്യൂ ബിഗിനിങ്, സ്റ്റാർട്ടപ്പ് ഒക്കെയാണ്. പുതിയ ആശയങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു നല്ല പോസിറ്റീവ് എനർജിയാണ്. സാമ്പത്തികമായിട്ടും പാഷനേറ്റഡ് ആയിട്ടും ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഒരു തോന്നിയ ആശയങ്ങളാണ്. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി, എന്തെങ്കിലും പുതിയത് തുടങ്ങണം, പുതിയൊരു സ്റ്റാർട്ടിങ്, ഒരു നല്ലൊരു ആശയം മനസ്സിൽ വന്നിട്ടുണ്ട്. ആ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചതിൻ്റെ പേരിലാണ് പുതിയത് എന്തെങ്കിലും തുടങ്ങാം. നേരത്തെ തുടങ്ങി വെച്ചതിലുള്ള തകർച്ചയാണ്. അടുത്തതിലേക്ക് പോകാം, പുതിയതിലേക്ക്. ആ ഫയർ എനർജി ഉള്ളത് കൊണ്ട് വീണ്ടും നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഈ ഫയർ എനർജിയാണിതൊരു. ഈ ഫയർ എനർജി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും അടുത്തതിലേക്ക്, പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാം എന്ന് ചിന്തിക്കുന്നത്. അതെങ്ങോട്ടത്തേക്ക് പോകുമെന്ന് വെച്ചാൽ ഡെത്താണ് വന്നത്. ഡെത്ത് അത് ന്യൂട്രലായിട്ട് കാര്യങ്ങൾ പോകും. വലിയ സ്പീഡ് ഉണ്ടായില്ലെങ്കിലും മാറ്റങ്ങളുണ്ടാവും. ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോവുക. അത് ഇഷ്ടത്തോടു കൂടി ചെയ്യുക. ഏത് പുതിയ തുടക്കത്തെയും ഇഷ്ടത്തോടു കൂടി ചെയ്താൽ സേക്രൽ ചക്രയാണ് വന്നിരിക്കുന്നത്. സേക്രൽ ചക്ര ഹാര ചക്രയാണ്. ഇഷ്ടത്തോടു കൂടി ചെയ്യുക. അന്നേരമാണ് നമ്മൾക്ക് അഭിനിവേശത്തിൻ്റെ ആ ഒരു ഇഷ്ടത്തോടുകൂടി എന്ത് കാര്യവും തുടങ്ങുകയും ചെയ്യുകയും ചെയ്താൽ ഇതേപോലുള്ള അവസ്ഥയിൽ വരത്തില്ല. അതാണ് ഇന്നത്തെ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾക്ക്. അത് ഇഷ്ടത്തോടെ ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ്. പല തടസ്സങ്ങളും വരും വീണ്ടും. അതിനെയെല്ലാം ഓവർകം ചെയ്ത് ആ പുതിയ തുടക്കം നിലനിർത്തി കൊണ്ടുപോവുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. വീണ്ടും മറ്റുള്ള ഇതിലേക്ക് പോകാതെ, തെറ്റായ മാർഗങ്ങളിലൂടെയൊക്കെ ഉള്ള സഞ്ചാരത്തിലേക്കൊന്നും പോകാതെ കറക്റ്റായിട്ട് ലീഡ് ചെയ്ത് പോവുക. ഏതൊരാശയത്തെയും ന്യൂ ബിഗിനിങ്ങും മണി ഓപ്പർച്യൂണിറ്റിയൊക്കെയാണ് ഇന്നത്തെ എനർജി നിങ്ങളുടെ. അതിന് കാരണം ഒരു ജോബ്ലെസ് ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ സഡൻ ഇഷ്യൂസ് എന്തോ വന്നിട്ടുണ്ട്, ഹൈലി ഡിസ്റ്റർബ് ആയിട്ടുള്ളത്. അന്നേരം അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് കൂടുതൽ സന്തോഷത്തോടെ ആ ചേഞ്ചസ് ഒക്കെ മാറ്റി, ഫിയർ